നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ അക്കൗണ്ട് വെരിഫിക്കേഷൻ അഥവാ വ്യക്തിവിവരങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന പ്രക്രിയ പരാജയപ്പെടാനുള്ള കാരണങ്ങളെക്കുറിച്ചും അത് എങ്ങനെ ശരിയായ രീതിയിൽ പൂർത്തിയാക്കാം എന്നതിനെക്കുറിച്ചുമാണ്. ആദ്യമായി, എന്തുകൊണ്ടാണ് ഈ അപേക്ഷകൾ നിരസിക്കപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. തിരിച്ചറിയൽ രേഖയുടെ ചിത്രം എടുക്കുമ്പോൾ അത് മങ്ങിയതോ വ്യക്തമല്ലാത്തതോ ആണെങ്കിൽ അപേക്ഷ തള്ളപ്പെടും. അതുപോലെ തന്നെ രേഖയുടെ ഏതെങ്കിലും വശങ്ങൾ മുറിഞ്ഞുപോയാലോ വെളിച്ചം തട്ടി അക്ഷരങ്ങൾ കാണാൻ പറ്റാത്ത അവസ്ഥയിലോ ആണെങ്കിലും പ്രശ്നമാണ്. നിങ്ങൾ നൽകുന്ന രേഖ കാലാവധി ഉള്ളതാണെന്ന് ഉറപ്പുവരുത്തണം. കാലാവധി കഴിഞ്ഞ രേഖകൾ അംഗീകരിക്കില്ല. രണ്ടാമത്തെ കാര്യം വിവരങ്ങളിലെ പൊരുത്തക്കേടാണ്. നിങ്ങളുടെ തിരിച്ചറിയൽ രേഖയിലുള്ള പേരും ജനനത്തീയതിയും അപേക്ഷയിൽ നൽകിയിരിക്കുന്ന വിവരങ്ങളും തമ്മിൽ കൃത്യമായി ഒത്തുനോക്കും. ഇതിൽ ചെറിയ മാറ്റം ഉണ്ടായാൽ പോലും സിസ്റ്റം അത് നിരസിക്കും. അതുകൊണ്ട് അപേക്ഷ നൽകുമ്പോൾ രേഖയിലുള്ളത് പോലെ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. അടുത്തത് നേരിട്ടുള്ള ഫോട്ടോ എടുക്കുന്ന ഘട്ടമാണ്. പലരും നേരിട്ടുള്ള ഫോട്ടോയ്ക്ക് പകരം മറ്റൊരു ഫോട്ടോയുടെ ചിത്രമോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടുകളോ ആണ് നൽകുന്നത്. ഇത് വെരിഫിക്കേഷൻ പരാജയപ്പെടാൻ കാരണമാകും. നിങ്ങൾ അവിടെ നേരിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനമാണ് ഇത് പരിശോധിക്കുന്നത്. ഫോട്ടോ എടുക്കുമ്പോൾ ക്യാമറയ്ക്ക് നേരെ നോക്കിയിരിക്കണം. കണ്ണടയോ തൊപ്പിയോ മുഖം മറയ്ക്കുന്ന മറ്റു വസ്തുക്കളോ ഉപയോഗിക്കരുത്. ഒരു രേഖ ഉപയോഗിച്ച് ഒന്നിലധികം അക്കൗണ്ടുകൾ തുടങ്ങാൻ ശ്രമിക്കുന്നതും അപേക്ഷ തള്ളാൻ കാരണമാകും. സുരക്ഷാ കാരണങ്ങളാൽ ഒരാൾക്ക് ഒരു അക്കൗണ്ട് മാത്രമേ അനുവദിക്കൂ. ഇനി ഇത് എങ്ങനെ വിജയകരമായി പൂർത്തിയാക്കാം എന്ന് നോക്കാം. ഇതിനായി നല്ല ക്യാമറയുള്ള ഒരു ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിക്കുക. വെളിച്ചമുള്ള ഒരു മുറി തിരഞ്ഞെടുക്കുക. രേഖയുടെ ചിത്രം എടുക്കുമ്പോൾ അത് ഒരു നിരപ്പായ സ്ഥലത്ത് വെച്ച് 4 വശങ്ങളും വ്യക്തമായി കാണുന്ന രീതിയിൽ ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുക്കുന്ന സമയത്ത് കൈകൾ അനങ്ങാതെ സൂക്ഷിക്കണം. നേരിട്ടുള്ള ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ സ്ക്രീനിൽ വരുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക. തല ഇടത്തോട്ടും വലത്തോട്ടും തിരിക്കാനോ ചിരിക്കാനോ കണ്ണുകൾ ചിമ്മാനോ നിർദ്ദേശമുണ്ടാകാം. ഇത് കൃത്യമായി ചെയ്താൽ മാത്രമേ നിങ്ങൾ ഒരു യഥാർത്ഥ വ്യക്തിയാണെന്ന് സിസ്റ്റത്തിന് ബോധ്യപ്പെടൂ. ഇന്റർനെറ്റ് വേഗത കുറവാണെങ്കിലും ഈ പ്രക്രിയ തടസ്സപ്പെടാം. അതുകൊണ്ട് നല്ല റേഞ്ച് ഉള്ള സ്ഥലത്ത് ഇരുന്നു വേണം ഇത് ചെയ്യാൻ. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ലാതെ വെരിഫിക്കേഷൻ പൂർത്തിയാക്കാൻ സാധിക്കും.